3 വട്ടം മാതാവും 4ാമത് മാത്രം പിതാവ് പോലും കടന്നു വരുന്ന വ്യാഖ്യാനമില്ലാത്ത, വർണ്ണിക്കാൻ കഴിയാത്ത സുഹൃതത്തിന്റെ പേരാണ് അമ്മ. ഓണം നമുക്ക് മുന്നോട്ട് നോക്കാനും തിരിഞ്ഞു നോക്കാനുമുള്ള അവസരമാണ്. ഓണത്തോട് ബന്ധപ്പെട്ട കുറേയേറെ മുദ്രകളുണ്ട്. ഓണപ്പൂ, ഓണപ്പൂക്കളം, ഓണക്കിളി, ഓണപ്പൂവിളി, ഓണസദ്യ, ഓണക്കോടി, ഓണത്തല്ല് വരെ ഉണ്ടായിരുന്നു. തല്ലൂടാനല്ല, മലയാളത്തിന്റെ, മലയാളിത്തത്തിന്റെ, കേരളത്തിന്റെ, കേരളീയതയുടെ ഉത്സവവേളയാണ് ഓണം എന്ന് പറയുന്നത്. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേക്ക് മനസ്സിലേക്ക് വരുന്നത് കുറെ നല്ല കാര്യങ്ങളാണ്, നന്മകളാണ്. ഓണത്തിനൊരു സന്ദേശമുണ്ട്. ആഘോഷം മാത്രമല്ല, മനുഷ്യത്വം, മനുഷ്യ സേവനം, അവശരായവരെ സഹായിക്കുക, അതൊക്കെ അതിന്റെ കൂടെ വേണം. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് വിപുലമായിട്ടുള്ള മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളാരെങ്കിലും ഒറ്റയ്ക്ക് സന്തോഷിക്കാനാണെങ്കിൽ ആഘോഷങ്ങളുടെ ആവശ്യമില്ല. വ്യക്തി ഒറ്റയ്ക്ക് സന്തോഷിക്കാനല്ല ഒരാഘോഷവും. കുടുംബം, സമൂഹം ഒന്നിച്ചു ചേരുമ്പോഴാണ് ആഘോഷങ്ങൾ ഉണ്ടാവുന്നത്. സാമൂഹികമായിട്ടുള്ള ഉത്സവവേളകളൊക്കെ തന്നെ നമുക്കറിയാം, അത് ഒന്നിച്ച് കൂടിച്ചേരുമ്പോഴാണ്. കൂടിച്ചേരണം. അതുകൊണ്ട് ഓണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം, ഓണത്തിന്റെ സന്ദേശവും കൂടിച്ചേരുക, കൂട്ടായിരിക്കുക, നന്മ പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ്. മനസ്സ് ഷെയർ ചെയ്യണം, സ്നേഹം ഷെയർ ചെയ്യണം, നന്മകൾ ഷെയർ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറയുന്നത്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? ഓരോരുത്തരും കഴിച്ചാൽ അത് ആഘോഷമാവില്ല. ഒറ്റക്കെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, കൂടിയിരുന്ന് കഴിക്കുന്നു, കൂട്ടായിട്ട് കഴിക്കുന്നു. അതിന്റെ പ്രത്യേകത വേറെ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് നിലനിർത്തണം. സമൂഹത്തിൽ നിലനിർത്തേണ്ട നന്മകളെ നിലനിർത്താനുള്ള പ്രേരണയാണ് ഓണം. മനസ്സിന്റെ രാഗം, മനസ്സിന്റെ ഈണം, അതാണ് ഓണം. ഓണത്തെക്കുറിച്ച് ഏറ്റവും പഴയ പാട്ട് നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേട്ടുകൊണ്ടിരുന്നതാണ്. മാവേലി നാടുവാണിയിടും കാലം, മാനുഷരെല്ലാവരും ഒന്നുപോലെ. ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് മനുഷ്യന്മാരൊക്കെ ഒന്നുപോലെയായിരുന്നു. മനുഷ്യന്മാരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമത്വമാണ്. അതാണ് ഓണം. ഓണത്തിന്റെ സന്ദേശം മനുഷ്യരെല്ലാവരും പരസ്പരം മനുഷ്യത്വത്തോടെ കഴിയാന്നുള്ളതാണ്. ഭൂതദയയാണ്, കാരുണ്യമാണ്. ഈ ലോകം അതിന്മേലെ നിലനിൽക്കുള്ളൂ. ഈ പച്ചില ചാർത്ത് പോലും നിലനിൽക്കണമെങ്കിൽ ഒരു കാരുണ്യമാണ്. ഒരു പച്ചില ചാർത്ത്, അവിടെ ഒരു പക്ഷിക്കൂട് വേണമെങ്കിൽ മനുഷ്യന്റെ അകത്തൊരു താളം ഉണ്ടായിരിക്കും. ആ താളമാണ് നമ്മൾ അതിനൊക്കെ ആസ്വദിക്കാൻ നമ്മെ സജ്ജരാക്കുന്നത്. ആ താളം ഇല്ലാതായാൽ ഒന്നും നടക്കില്ല. ജീവിതം തന്നെ ഒരു കവിതയാണ്, ആസ്വദിച്ച് തീർക്കേണ്ട കാവ്യമാണ്. ഇത് നശിപ്പിക്കരുത്. ഒരാളും സ്വയമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, കൂട്ടായിട്ട് നിർമ്മിക്കുന്നതിനെ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു പിടി ഊണ് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഞാൻ കഴിക്കുന്ന ഊണ് എന്റെ വക, ഞാൻ ഉണ്ടാക്കുക, എന്റെ ചോറ്, എന്റെ കഞ്ഞി. അതിലൊക്കെ കഥ പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയണം. ഒരു വയലേലയിൽ ആ മണ്ണ് ഉഴുത് മറിച്ച് കർഷകൻ കൃഷിയോഗ്യമാക്കി അവിടെ വളം ചേർത്ത്, ഉഴുന്ന ആളായിരിക്കില്ല ഒരുപക്ഷെ വളം ചേർക്കുന്നത്. പിന്നെ അവിടെ വിതച്ചു, വിതച്ച ശേഷം പിന്നെ ഞാറ് പറിച്ചു, അത് നട്ടു, പിന്നെ കള പറിച്ചു, ഒക്കെ വെവ്വേറെ ആളുകളായിരിക്കും. പിന്നെ അതിന് വളം ചേർത്തു, പിന്നെ കൊയ്തു, മതിച്ചു. കൊയ്യുന്ന ആളാവണമെന്നല്ല മതിക്കുന്നത്. എന്നിട്ട് നെല്ലും കല്ലും കതിരും പതിരും വേർതിരിച്ചു. എന്തൊക്കെ പ്രക്രിയയിലൂടെ കടന്നുപോയിട്ടാണ് ഒരു പിഞ്ഞാണം കഞ്ഞി, ഒരു പിടി ചോറ്. ആ ഒരു പിടി ചോറിനെ പറ്റി ചിന്തിച്ചാൽ മനുഷ്യത്വം സ്വമേധയാ ഊർജത്തിന്റെ വൈഖരി പോൽ ജീവിതത്തിൽ പ്രഭവം കൊള്ളുന്നതാണ് എന്റെ വിശ്വാസം. അതിങ്ങനെ ഉണർന്നു വരും. മനുഷ്യത്വം ഇങ്ങനെ ഓരോരുത്തരുടെ അകത്ത് പൊട്ടിമുളക്കുന്ന പോലെ. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, നിനക്ക് കഴിക്കാനുള്ളതൊക്കെ ഈ ഭൂമിയിലുണ്ട്, ആരുടെയും ആർത്തിയെ തൃപ്തിപ്പെടുത്താനുള്ളത് ഉണ്ടാകണമെന്നില്ല. അവനാന് വേണ്ടതൊക്കെ ഭൂമിയിലുണ്ട്, ആർത്തി പാടില്ല. എല്ലാം കൂടി എനിക്ക് വേണം, സമ്പാദിക്കണം, പിടിച്ചടക്കണം, കൈയിട്ട് വാരണം. ഈ കൈയിട്ട് വാരുന്ന മനസ്സാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ ദിവസവും നാരായണ ഗുരു ചോറ് കരുതി വെക്കുമായിരുന്നു നായ്ക്കൾക്ക്. അതിനിടയിൽ വലിയ നായ വന്നിട്ട് ചെറിയ നായകളൊക്കെ ഓടിച്ചിട്ടത് കഴിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ വലിയൊരു നായ, കുറച്ചൊരു അക്രമിയായ നായ, എല്ലാവരും വരട്ടും, പറ്റി കഴിക്കും. ബാക്കി നായ്ക്കളും നായ്ക്കുട്ടികളും പട്ടിക്കുട്ടികളൊക്കെ പേടിച്ചോടും. അപ്പൊ നാരായണ ഗുരു പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, അവന്റെ മനസ്സ് അങ്ങനെയായിപ്പോയി.
അതൊരു സന്യാസിയുടെ ആത്മകഥം മാത്രമല്ല, അതാണ് സത്യം. മനസ്സാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. ഇന്ന് മനസ്സുകളിൽ ഓണത്തിന്റെ ഈണം പകരണം. ഈശ്വരൻ നൽകി ജീവിതം ആഘോഷിക്കണം, പരസ്പരം സ്നേഹിക്കണം, സഹായിക്കണം. നാരായണ ഗുരു പറയുന്നത് മറ്റുള്ളവന്റെ പ്രിയമായനെ എന്റെ പ്രിയം എന്നാണ്. പ്രിയം അവരെന്റെ അതൻ പ്രിയം. മറ്റുള്ളവന്റെ പ്രിയമാണ് എന്റെ പ്രിയം. ഇവിടെ എന്റെ മുമ്പിൽ സാധനം കൊണ്ടുവന്ന് വെച്ചു, ഞാനത് ഒറ്റക്ക് കഴിച്ചു, ഞാൻ മാത്രമേ സന്തോഷമുള്ളൂ. ഞാനത് പകുതിയാക്കി ഒരാൾ കൂടി കൊടുത്തു, അയാളും സന്തോഷിച്ചു. അത് സന്തോഷം, അത് എന്നെ സന്തോഷിച്ചു. നിങ്ങളെ കണ്ടിട്ട് ഒരാൾ ഹാപ്പി ആവുമോ? എങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആളാണ്. ബന്ധങ്ങളില്ലാതായ നാട് മുടിയും. അതാണ് ഓണത്തിന്റെ സന്ദേശം. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, പെങ്ങള്. ഓപ്പോൾ മലയാളത്തിലൊരു വാക്കാണ്, ഒരു ബന്ധത്തിന്റെ സൗന്ദര്യമാണ്. ആ വാക്കിൽ പോലും ഉണ്ട് ആ സൗന്ദര്യം. അയൽപക്കം ഒരു നല്ല ബന്ധമാണ്. അപ്പൊ ഓണം ഈ ബന്ധങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കുറച്ചങ്ങോട്ട് പോയിട്ട് അതിൽ പറയണം, ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ബാലമരണങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മെ തിരിച്ചറിയാൻ ഇടവരട്ടെ, നമുക്ക് നമ്മെ മനസ്സിലാക്കാൻ ഇടവരട്ടെ. ഓണത്തെ പറ്റി ഇങ്ങനെ വെറുതെ ഓർത്തിരിക്കുക, പഴയ ഓണപ്പാട്ടൊക്കെ അങ്ങനെ ഓർത്തിരിക്കുക, അതിനൊരു സുഖമുള്ള കാര്യമാണ്, മനസ്സിന് ഒരു അനുഭൂതിയാണ്. ഓണം ആസുരതയുടെ കാലത്തെ ഒരു ഇളങ്കാറ്റാണ്, ഓർമ്മയുടെ ഒരു ഇളങ്കാറ്റാണ്. അതിങ്ങനെ തഴുകി വരുമ്പോൾ, പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇന്നത്തെ മാതിരിയുള്ള പൂവൊന്നും മാർക്കറ്റിലല്ല. കുട്ടികളൊക്കെ ഇങ്ങനെ പൂക്കൂടയും കൊണ്ട് മല മുകളിൽ കയറി ഇറങ്ങും, പൂ പറിക്കും, അത് ആഘോഷിക്കും. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരം നിറയെ പൂണ്ട്, പൂ പറിക്കാൻ പോരാമോ പൈങ്കിളിയെ പെണ്ണാളെ. ഇതൊക്കെ പഴയ പാട്ടുകളാണ്, നമ്മുടെ ഗ്രാമങ്ങളിലെ ഓർമ്മകളാണ്. ആര്യൻ നെല്ല് വിളഞ്ഞാല്, അമ്മ വിരുന്നിന് പോയാല്, ആടിപ്പാടാൻ പോരാമോ പൈങ്കിളിയെ പെണ്ണാളെ. പഴയ കാലത്തിന്റെ ഓർമ്മകളാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മ പോകുമ്പോ മനസ്സിലാക്കുക, ദുരന്തമാണ്. പ്രിയമവരന്റെ യതൻ പ്രിയം, സ്വകീയ പ്രിയമവര പ്രിയം ഇപ്രകാരമാകും. നയമതിനാലേ നരന് നന്മ നൽകും, ക്രിയയപരപ്രിയ ഹേതുവായി വരേണം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. അടുത്ത 4 വരി കേൾക്കാതെ പോകരുത്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായ ഒരാത്മരൂപം, അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം. സ്വന്തം സുഖത്തിന് ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരുടെ സുഖത്തിനായി. കല്യാണ പാർട്ടിക്ക് പോകുമ്പോൾ, നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ അല്ലാതെ ചവിട്ടി ഞെരിച്ച് വാഹനത്തിൽ കയറി ഡാൻസ് ചെയ്യരുത്. പിന്നാലെ ആംബുലൻസ് വരുന്നുണ്ട്, അവരെ നോവിക്കരുത്. രോഗിയെയും കൊണ്ട്, ഭർത്താവിനെയും കൊണ്ട് ഓടുന്ന ഭാര്യ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് വിവാഹ പാർട്ടിക്ക് ഡാൻസ് വേണ്ട. ഡാൻസ് ആണെങ്കിൽ നിന്റെ മുറ്റത്തായിക്കോ, നാഷണൽ ഹൈവേയിൽ വേണ്ട. നമ്മളെ സന്തോഷത്തിന്റെ പേരിൽ പോലും മറ്റുള്ളവനെ മറന്നുകളെ. ഗാന്ധിജി പറഞ്ഞ പോലെ ക്യൂവിൽ നിൽക്കുന്ന ഒടുക്കത്തെ ആളെ ഓർക്കണം, ദുഃഖിക്കുന്ന മനുഷ്യനെ ഓർത്തുകൊണ്ട് തീരുമാനമെടുക്കണം. അതൊക്കെ തന്നെയാണ് ഓണം. നമ്മുടെ നാട് സൗഹൃദത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഭാരതത്തെ, കേരളത്തെ അതിന്റെ തനിമയോടെ നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൂടെ ഈ യാത്രയിൽ ഉണ്ടാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ.